ഫുഡ് ഫോട്ടോഗ്രാഫിയിലെയും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിയിലെയും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നിക്കാണ് സബ്ജക്റ്റുകൾ ഇങ്ങനെ വായുവിൽ ഫ്ലോട്ട് ചെയ്യുന്ന തരം ചിത്രങ്ങൾ. നമ്മുടെ ഹോം എൻവയോൺമെൻറ്റിൽ തന്നെ ഇത്തരം ചിത്രങ്ങളെ എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം, ഈ ചിത്രങ്ങളെ എങ്ങനെ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഫോട്ടത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. 2 വ്യത്യസ്ത തരം എക്സാമ്പിൾ വെച്ചാണ് ഞാൻ ഈ ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്ലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് എങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ ചിത്രങ്ങൾ എടുക്കാൻ നോക്കാം. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രൂട്ടിനെ വളരെ വൃത്തിയായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നല്ല മൂർച്ചയുള്ള ഒരു കത്തി വെച്ച് തന്നെ ഇത് ചെയ്യണം. കാരണം വളരെ വൃത്തിയായിട്ടുള്ള ഷേപ്പ് അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ചിത്രത്തിൻ്റെ ഭംഗിയെ അത് ബാധിക്കും. അതുകൊണ്ട് വളരെ നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിനെ ഭംഗിയായിട്ട് നമുക്കൊരു സ്ഥലത്ത് തൂക്കിയിടണം. നമുക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് തൂക്കിയിടാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു കോപ്പർ കേബിളോ അല്ലെങ്കിൽ ഫിഷിംഗ് ത്രെഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. കാരണം ഒത്തിരി കട്ടിയില്ലാത്ത മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ലേറ്റർ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ മായ്ക്കാൻ വളരെ സഹായകമാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റപ്പ് റെഡിയായി. ഇനി നമുക്ക് നല്ലൊരു ചിത്രം പകർത്താം. ഓക്കെ, ഇപ്പം നമ്മുടെ ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മളിത് തൂക്കിയിടാൻ യൂസ് ചെയ്ത കേബിളൊക്കെ അതിൽ കാണാൻ പറ്റും. ഇനി നമുക്കിതിനെ മായ്ച്ച് കളയണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ സ്നാപ്സീഡ് യൂസ് ചെയ്താൽ മതി. സ്നാപ്സീഡിൽ നമ്മൾ ചിത്രം ഓപ്പൺ ആക്കിയതിന് ശേഷം ടൂൾസിൽ പോയാൽ നമുക്ക് അവിടെ ഹീലിംഗ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ഹീലിംഗ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചിത്രത്തിനെ സൂം ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് ഓരോ ത്രെഡും നമുക്ക് മായ്ച്ച് കളയണം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൃത്യമായിട്ട് മായ്ച്ച് കളയുമ്പോൾ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റ് വായുവിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കിട്ടും. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ചിത്രത്തിനെ ലൈറ്റ് റൂമിൽ ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളറുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ അടിപൊളിയാക്കിയിട്ട് മാറ്റാം. ഇനി നമുക്ക് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഒരു പഴയൊരു വിൻറ്റേജ് ക്യാമറനെ നമുക്ക് വായുവിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ചിത്രം എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിഷിംഗ് ത്രെഡാണ്. ഈ ഫിഷിംഗ് ത്രെഡ് എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഇത്തരം ചിത്രങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കും. ഇനി നല്ലൊരു ഫ്രെയിം കണ്ടെത്തിയിട്ട് അവിടെ നമ്മുടെ ഒബ്ജക്റ്റിനെ തൂക്കിയിടാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റ് എലമെൻറ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് മനോഹരമായിട്ട് മറ്റൊരു ചിത്രം കൂടെ പകർത്താം. ഇനി നമുക്ക് നമ്മുടെ ഇമേജ് സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കാം. വീണ്ടും ഹീലിംഗ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ത്രെഡൊക്കെ മായ്ച്ച് കളയാം. എന്നിട്ട് ഒന്നുകൂടെ എഡിറ്റ് ചെയ്ത് അടിപൊളിയാക്കിയ നമ്മുടെ ഫൈനൽ ഇമേജ് റെഡിയായി. അത്രയേ ഉള്ളൂ പരിപാടി.